നമസ്കാരം. വിശ്വാസത്തിന്റെ ഉണർവ് എന്ന വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഉള്ളിലെ ബോധ്യങ്ങൾ, അതായത് നമ്മുടെ വിശ്വാസങ്ങൾ, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഓരോ നിമിഷവും രൂപപ്പെടുത്തുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ശരിക്കും അദൃശ്യമായ ആ ഒരു ശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ജീവിതത്തിൽ വരുന്ന കൊടുങ്കാറ്റുകളെ, അതായത് പ്രതിസന്ധികളെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇതൊരു സാധാരണ ചോദ്യമല്ല കേട്ടോ. കുറച്ചൊന്ന് ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണിത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും പുറത്തുള്ള സാഹചര്യങ്ങളാണ് നമ്മളെ ഭയപ്പെടുത്തുന്നതെന്ന്. പക്ഷെ സത്യത്തിൽ ഭയത്തിന്റെ യഥാർത്ഥ ഉറവിടം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോ ഈ ഭയത്തിന്റെ ഉറവിടം എവിടെയാ? നമുക്ക് നോക്കാം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ഇരുട്ടിൽ പെട്ടുപോയ ഒരു തോണിയിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള സംശയങ്ങളുടെയും ഉത്കണ്ഠകളുടെയും ഒരു പ്രതീകം തന്നെയാണ്. നമ്മളെല്ലാവരും സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണിത്, അല്ലേ? ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ സ്വന്തം ബുദ്ധിയും ശക്തിയും കൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തും. ഇതറിയാമോ? ഒരു വലിയ പുഴയുടെ ഒഴുക്കിനെതിരെ ചെറിയ ഒരു പങ്കായം വെച്ച് തുഴയുന്നത് പോലെയാണ്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നിയന്ത്രിക്കാൻ നോക്കുംതോറും നമ്മൾ കൂടുതൽ തളരുകയുള്ളൂ. അവസാനം നിരാശ മാത്രമായിരിക്കും ഫലം. യഥാർത്ഥത്തില് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെയെല്ലാം ഒരു ഡീഫോൾട്ട് സെറ്റിംഗ് പോലെയാണ്, അതായത് നമ്മുടെ സ്വാഭാവികമായ അവസ്ഥ. പക്ഷെ എന്താ പറ്റണതെന്നറിയാമോ? നമ്മുടെ നിരന്തരമായ ഉത്കണ്ഠയും പേടിയും കാരണം നമ്മൾ ആ സിസ്റ്റം അങ്ങ് ഓഫ് ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് വീണ്ടും ഓൺ ചെയ്യാനുള്ള ഒരു സ്വിച്ച് അല്ലെങ്കിൽ താക്കോലാണ് വിശ്വാസം. ആ വിശ്വാസം എപ്പോഴാണോ ഉണരുന്നത്, തന്നെ ഈ ഭയവും ഉത്കണ്ഠയുമൊക്കെ തനിയെ അപ്രത്യക്ഷമാവും. അപ്പോ ഈ സംശയങ്ങളുടെ ഇരുട്ടിൽ നിന്ന് എങ്ങനെ പുറത്തുവരും? എങ്ങനെ വെളിച്ചത്തിലേക്കെത്തും? അതിനുള്ള വഴികാട്ടിയാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. വിശ്വാസത്തിന്റെ ഒരു ദിവ്യമായ പന്തം. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസം അല്ലെങ്കിൽ ആസ്ഥ എന്ന് പറയുന്നത്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന നന്മയുടെ ഫലം എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും എന്ന ഉറച്ചൊരു ബോധ്യമുണ്ടല്ലോ, അതാണ്. എന്ത് സംഭവിച്ചാലും അവസാനം എല്ലാം ശരിയാവുമെന്ന് മനസ്സിൽ ശാന്തമായി ഉറപ്പിക്കുന്ന ഒരവസ്ഥ. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവീകമായ നീതിയുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളെ ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ജീവിതത്തിലെ ഏറ്റവും കഠിനമായ, ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ പോലും ദുരിതങ്ങൾക്ക് അവരെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നോ? ആ വിശ്വാസം ഒരു പടച്ചട്ട പോലെ അവരെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തും. ഇതൊന്നും വെറുതെ പറയുന്ന ഒരു തത്വചിന്തയല്ല കേട്ടോ. ഇതിന് നല്ല ആഴത്തിലുള്ള ഒരു ആധികാരികതയുണ്ട്. അത് വരുന്നത് ഒരു മഹാനായ ഋഷിവര്യന്റെ വാക്കുകളിൽ നിന്നാണ്. നമുക്ക് ആ അമരവാക്കുകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. പരം പൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി 1969 നൽകിയ ഒരു സന്ദേശമാണിത്. ഇതിലെ ഓരോ വാക്കും എത്രത്തോളം ആഴമുള്ളതാണെന്ന് നോക്കിക്കേ. ഈശ്വരന്റെ നീതിയിൽ ചിലപ്പോൾ കാലതാമസമുണ്ടായേക്കാം, പക്ഷേ ഒരിക്കലും അനീതിയുണ്ടാവില്ല. സംശയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അതിനെ മനസ്സിൽ നിന്ന് മാറ്റി വിശ്വാസത്തെ ഉണർത്തിയാൽ അവിടെയാണ് യഥാർത്ഥ ക്ഷേമം, യഥാർത്ഥ സന്തോഷമിരിക്കുന്നത്. ഓക്കെ, അപ്പോ വിശ്വാസത്തിന്റെ ശക്തി നമ്മൾ കണ്ടു, ഋഷിയുടെ വാക്കുകൾ കേട്ടു. ഇനി ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് നമ്മൾ ആത്യന്തികമായ പരമമായ ശാന്തിയിലേക്ക് എത്തുന്നത്? അതാണ് നമ്മുടെ ഈ യാത്രയുടെ അന്തിമ ലക്ഷ്യം. ഇതുവരെ നമ്മൾ സംസാരിച്ചതിന്റെ എല്ലാം സത്ത ശരിക്കും ഈ 2 വാക്യങ്ങളിലുണ്ട്. ഭയത്തെ ഒഴിവാക്കുക, വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ മാർഗനിർദ്ദേശം ഇത് തന്നെയാണ്. അപ്പോ നമുക്കിതെല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞാലോ? എന്തൊക്കെയാണ് നമ്മളിതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത്? ഒന്നാമതായി, ദൈവിക നീതിയിൽ അചഞ്ചലമായി വിശ്വസിക്കുക. ആ വിശ്വാസത്തിന് നമ്മുടെ ഉള്ളിലെ എല്ലാ ഭയത്തെയും അലിയിച്ചില്ലാതാക്കാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ ആ സ്വാഭാവികമായ സന്തോഷവും മനസ്സമാധാനവും തിരികെ നൽകും. അതുകൊണ്ട് മുന്നോട്ടുള്ള നമ്മുടെ വഴിയെന്ന് പറയുന്നത് വിശ്വാസത്തെ പൂർണ്ണമായി സ്വീകരിച്ച് ഉത്കണ്ഠകളില്ലാതെ ജീവിക്കുക എന്നതാണ്. ഈയൊരു ചർച്ച നമുക്ക് വെറും ഒരു പ്രതിജ്ഞയോടെയല്ല, മറിച്ച് ഒരു ഉറച്ച തീരുമാനത്തോടെ അവസാനിപ്പിക്കാം. ഇതൊരു വെറും വാക്കല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു തീരുമാനമാണ്. ഏത് സാഹചര്യത്തിലും എന്ത് തന്നെ സംഭവിച്ചാലും ഈശ്വരന്റെ നീതിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കും. ഈ ഒരൊറ്റ ബോധ്യം മതി ജീവിതത്തിലെ ഏതൊരു കൊടുങ്കാറ്റിനെയും നമുക്കൊരു പുഞ്ചിരിയോടെ നേരിടാൻ.